ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വർഷങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും കുറച്ച് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു മൂവി ട്രെയിലറൊക്കെ തന്നെയാണ്. കാരണം വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, മാരിലാൻഡ് ഫിലിംസ് വിത്ത് നമ്മുടെ വിനീതന്റെ ക്രൂ. അപ്പൊ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് കുറച്ച് പഴക്കം, വർഷങ്ങൾക്ക് മുമ്പ് മുതലുള്ള കഥ. അത് ഇപ്പോഴത്തെ കാലഘട്ടം വരെ അപ്ഡേറ്റ് ഉള്ള ഒരു കഥയാണെന്ന് എനിക്ക് തോന്നി ട്രെയിലർ കണ്ട സമയത്ത്. എക്സാമ്പിളാണ് ബേസിൽ നിവിൻ പോളിനൊക്കെ കൊണ്ടുവരുന്നത്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലർ കണ്ട സമയത്ത് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ആദ്യം പറയേണ്ടത് എനിക്ക് ധ്യാൻ ശ്രീനിവാസന്റെ പെർഫോമൻസ് ആണ്. ആളൊരു രക്ഷയില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിലർ കണ്ട സമയത്ത് 5 ലുക്ക് പിടിച്ചിട്ടുണ്ട്. ചുള്ളൊന്ന് ക്ലീൻ ഷേവ് ആയിട്ട് വരുന്നുണ്ട്, ചെറിയ കുറ്റിത്താടി വെച്ച് വരുന്നുണ്ട്, ഒന്നുകൂടി താടിക്കയുടെ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു ഏജ്ഡ് ആയിട്ട് ക്യാരക്ടർ, നല്ല ഏജ്ഡ് ആയിട്ട് ക്യാരക്ടർ. 5 ലുക്ക് പിടിച്ചിട്ട് ഞാൻ നോക്കിയത്. പിന്നെ അപ്പു, നമ്മുടെ പ്രണവ് മോഹൻലാലിനെ കണ്ട സമയത്ത് ഞാൻ ഫസ്റ്റ് ആദ്യത്തെ ട്രെയിലർ വന്ന സമയത്ത് തന്നെ പാട്ട് സമയം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ലാലേട്ടൻ തന്നെയാണത്. ആ രീതിയിലാണ് ലുക്ക് പിടിച്ചിട്ടുള്ളത്. അത് ചെയ്യിപ്പിച്ചുള്ളത് നമ്മുടെ വിനീതേട്ടനാണ്. ആ രീതിയിൽ എന്ന് വെച്ചാൽ വിന്റേജ് ലാലേട്ടനെ കറക്റ്റ് ഓർമ്മതിൽ ഓരോ സീനുകളും കഴിഞ്ഞാൽ ആൾ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്ന ആളെ വോയിസിനാണ് പഴയതിൽ ഈ ട്രെയിലർ കൊടുത്തിട്ടുള്ളത്. അത് ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. ആളെ എക്സ്പ്രഷൻസ് കാണാം, പോയിട്ട് വരും എന്നൊക്കെ പറയുന്ന സീനുകളൊക്കെ ഉണ്ട്. ഗംഭീരാണ്. രണ്ട് നല്ല തിക്ക് ഫ്രണ്ട്സ് ആണ്. സിനിമ മോഹമായിട്ട് ചെന്നൈ കോടമ്പക്കത്തേക്ക് ട്രെയിൻ കയറുന്നു. അതിൽ വിനീത് ശ്രീനിവാസൻ പറയുന്നൊരു ഭാഗമുണ്ട്, നീ അവിടെ ചെന്നാൽ ആളുകൾ കൂടി വലിയ നിലയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൊരുപാട് ഇമോഷൻസും ഡ്രാമ, ഒരുപാട് കാര്യങ്ങൾ കണക്ട് ആയി പോകുന്നുണ്ട്. ജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് നമുക്കറിയാം, പണ്ട് സിനിമ മോഹമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കോടമ്പക്കം. അന്ന് അവിടെ പോയുള്ള ആളുകളൊക്കെ അവരുടെ സിനിമയിൽ അഭിനയിക്കുക, അവസരം തേടിയിട്ട് അവസാനം അവിടെ ജോലിക്കായിട്ട് അവിടുത്തെ ഫാമിലിക്കായിട്ട് സെറ്റിൽ ആയിട്ട് ആളുകളുണ്ട്. പിന്നെ ഇതിൽ ഇവരൊക്കെ കാര്യങ്ങൾ മറ്റേ നാടകം കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നാടകത്തിൽ വില്ലൻ വരുന്നില്ല എന്നൊക്കെ പറയുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവര് പാഷനായിട്ട് ഫിലിം ഫീൽഡിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടഡ് ആണ് ഇവര്. ഇതിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന അവിടെ എത്തിപ്പെടുന്നൊക്കെയാണ്. ഒരു ഹാപ്പി എൻഡിങ് ആണെന്ന് തോന്നുന്നു നമുക്ക്. ഇവരെ എന്താ പറയുക, ഇവരെല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നൊരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. ധ്യാൻ ശ്രീനിവാസ് ലുക്ക് പിടിച്ചുള്ളത് ഗംഭീരമായിട്ടുണ്ട്. 4-5 ലുക്ക് വരുന്നുണ്ട്. അജു വർഗീസിന്റെ ലുക്ക് ഗംഭീരമായിട്ടുണ്ട്. അജു വർഗീസ് ഒക്കെ ഓരോ പടം കഴിയും തോറും മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആളാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏത് ക്യാരക്ടർ ചെയ്യാൻ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദീപക്, ഒരുപാട് പേര്. പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസ്, എല്ലാവരും കോസ്റ്റ്യൂംസ്, കാലഘട്ടത്തിന്റെ ഗ്യാപ്പില്ലാത്ത കോസ്റ്റ്യൂംസ്, അത് ഗംഭീരമായിട്ടുണ്ട്. സംവിധായകന്മാരെ കഥ പറയുന്നുണ്ട്, ഫിലിമിന്റെ ബ്യൂട്ടി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി കണക്ഷൻ കൊണ്ടുവന്നിട്ട് 2 മണിക്കൂർ 50 മിനിറ്റോളം പടമുണ്ട്. അത് നമ്മുടെ വിനീതേട്ടൻ എങ്ങനെ മേയ്ക്കും, അത് ഇങ്ങനെ നമ്മളെ കയ്യിലെത്തിക്കും എന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ. പിന്നെ ആ ഒരു ടീം രക്ഷയില്ലാത്ത ടീമാണ്. മ്യൂസിക്, ആർട്ട് വർക്ക് എടുത്തു പറയണം. ചെന്നൈ സിറ്റി ഒക്കെ കൊടുത്തുള്ളത് സൂപ്പർ, ഇതൊക്കെ വേറെ ലെവലാണ്. എന്തായാലും ഇതൊരു ഹിറ്റ് തന്നെയാണ്. ഹൃദയത്തിന് ശേഷം ഒരുപാട് പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു പടമാണ്. നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പണിയെടുപ്പിച്ചിട്ടുണ്ട്. അനിയനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട് വിനീതേട്ട, യാതൊരു സംശയമില്ല. കാരണം പണി അറിയാവുന്ന ആളാണ്. നല്ല ആളെ കയ്യിൽ കിട്ടിയപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് പ്രണവും. ഹൃദയത്തിൽ അറിയാം നമുക്ക്, പ്രണവിനെ വിനീതിന് കിട്ടിയപ്പോൾ, വിനീതേട്ടന് കിട്ടിയപ്പോൾ ഉണ്ടായ സംഭവം. അതുപോലെ ഇതിലും നല്ല എഫേർട്ട് ഇട്ട് പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഹാപ്പി എൻഡിങ് ഫിലിമാണെന്ന് തോന്നുന്നു. ഒരു ഡ്രീം ഫോളോ ചെയ്തിട്ട് അച്ചീവ് ചെയ്യുന്ന പ്രത്യേക സിനിമ, അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു രീതിയിലാണ് പടത്തിന്റെ എൻ്റെയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ കല്യാണി പ്രിയദർശിനിയുടെ സീനുകൾ, 1-2 സീനുകളൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയി. ഇതിൽ നല്ല ഇമോഷൻസും ഡ്രാമയും വർക്കൗട്ട് ആകുന്നുണ്ട്. പാട്ടുകളുണ്ട്, നല്ല സ്ട്രഗിളിങ് ഉണ്ട്, എല്ലാം ഉണ്ടായിട്ട് ശരി നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ മനസ്സറിഞ്ഞ് തരാൻ വിനീതേട്ടന് പറ്റും. പിന്നെ പെർഫോമൻസ് ബേസിൽ എല്ലാവർക്കും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസനെ പോലെ തന്നെ, ധ്യാൻ ശ്രീനിവാസനെ പോലെ തന്നെ പ്രണവ്, രണ്ടാൾക്കും ഈക്വൽ റോളാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇതൊരു ഇൻഡസ്ട്രിയുടെ വലിയൊരു ഹിറ്റ് തന്നെയായിരിക്കും. ഇനി ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ ഇപ്പോൾ പഴയ പോലെ സൂപ്പർ സ്റ്റാറുകളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മഞ്ഞുമൽ ബോയ്സും പ്രേമലൊക്കെ അറിയാം. പടം നല്ല മൗത്ത് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു 100 കോടി എഴുതാം. പിന്നെ തമിഴിലുമൊക്കെ ട്രെൻഡിങ് ആയിട്ട് ചെയ്യാൻ അറിയുന്ന സംവിധായകനും അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന മെർലാൻഡ് ഫിലിംസ് ആയാലും വിശാഖൊക്കെ ആയാലും പണി അറിയാൻ ചെയ്യാതെ പ്രൊമോട്ട് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ പ്രണവിന് അത്യാവശ്യം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കേരളത്തില്, ഹൃദയത്തിന് ശേഷം. അപ്പൊ ഒരു നല്ല ഒരു ആവറേജ് അബവ് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയാൽ തന്നെ പടം ഹിറ്റാണ്. പിന്നെ 4 പടങ്ങൾ ഉണ്ടെന്ന്, അതും കൂടി നോക്കണം നമുക്ക്. എന്തായാലും ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു 9 മണിക്ക് FDOS തൃശ്ശൂർ രാഗത്തില്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ഓൾ ടീം, ഓൾ ക്രൂ, പ്രണവ്, ധ്യാൻ, വിനീത്. അപ്പോൾ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം മുകേഷ്. ബൈ.